അതായത് ഈ കല്യാണ വിഷയത്തിൽ ഒരുപാട് പാവങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എത്രയാണ് ലോണിൽ കുടുങ്ങിക്കണമെന്ന് കണക്കില്ല. അതെ, അതെ അതെ. കണ്ണൂരിൽ ഒരു വാർത്ത വെച്ചിട്ടായിരുന്നു, കല്യാണത്തിന് വേണ്ട ജനമാണ് വസ്ത്രങ്ങളും. അല്ല, വസ്ത്രം നമുക്ക് കൊടുക്കാം, അരിയും കൊടുക്കാം, അരിയും വസ്ത്രങ്ങളും കല്യാണത്തിന് ഓക്കെ ആയിക്കോളും, അത് നമുക്ക് കൊടുക്കാം. ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരമുണ്ട്. ഞാൻ നാസർമാനുമാണ്. ഇന്നിങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം, ഒരുപാട് ആളുകൾ മക്കളെ കെട്ടിച്ചിട്ട് കടം കൊണ്ട് ബാങ്കിൽ ജപ്തിയിലും ജ്വല്ലറിയിൽ കാശ് കൊടുക്കാനുള്ള ഒരുപാട് മനുഷ്യരാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. സത്യത്തിൽ ആ രക്ഷിതാക്കളൊക്കെ ഒരു വല്ലാത്തൊരു കണ്ണീരിലാണെന്ന്. അതായത് ഇതിൻ്റെ താഴെ മക്കളുണ്ട്, ചെറിയ കുഞ്ഞു കുട്ടികൾ, അവരൊക്കെ വാടക കോട്ടേഴ്സിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. നിരവധി ആളുകളാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. എങ്ങനെ കടം എന്ന് ചോദിച്ചാൽ, കടം വന്നിട്ടുള്ളത് മകളെ കെട്ടിച്ചു, അതിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, കുറച്ച് കാശ് ജ്വല്ലറി കൊടുക്കാണ്ട് ജ്വല്ലറിക്കാരൊരു സമാധാനം തരില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ആളുകൾക്ക് കണക്കില്ല. സത്യത്തിൽ ഇപ്പോൾ ഈ കൊറോണ കൂടി വന്നപ്പോൾ സഹകരിച്ചിരുന്ന ആളുകൾ മുഴുവനും വിഷമഘട്ടത്തിലാണ് ഇപ്പോൾ. കാരണം വരുമാനങ്ങളൊക്കെ നിന്ന് ഇപ്പോൾ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുന്ന ആളുകളെ കയ്യിൽ കാശില്ല. പല ആളുകളും ഇവിടെ വരുന്നുണ്ട്, മോളെ കല്യാണമുണ്ട്, അതിന് 15 പവൻ കൊടുക്കാറുണ്ട്, 10 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു സമയം മനുഷ്യർ ഭക്ഷണത്തിനും മരുന്നിന് പോലും ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ, വാടക കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകൾ, ജോലിയില്ലാതെ നിരവധി ആളുകളാണ് കുടുംബങ്ങൾ വഴിമുട്ടിക്കൊണ്ട്, പ്രത്യേകിച്ച് നടുത്തരായ കുടുംബങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായി പണം ചോദിച്ച് വരുന്ന പയ്യന്മാർക്ക് പെണ്ണിനെ കൊടുക്കരുത്. അതേമാതിരി നമ്മളെ ആൺകുട്ടികൾ വിവാഹം കഴിക്കുമ്പോൾ രക്ഷിതാക്കൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ആ പണം തരാൻ പറ്റാത്ത കുടുംബമാണെങ്കിൽ അവിടെ അത് ചോദിക്കാൻ നിൽക്കരുത്. കാരണം ഒരു കുടുംബത്തിനെ വഴിയാധാരമാക്കി ഒരുപാട് വേദനിപ്പിച്ചിട്ട് നമ്മൾ ആ പണ്ടം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഒരിക്കലും ആ കുട്ടികളെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് പരിപൂർണ്ണ ഉറപ്പാണ്. നമ്മൾ കൊണ്ടുവരുന്ന മോളെ മാന്യമായ മഹർ കൊടുത്തിട്ട് കൊണ്ടുവന്ന് ആ സ്നേഹം ബഹുമാനം കൊടുത്ത് അവരെ സംരക്ഷിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും പടച്ചോൻ കാരുണ്യം ആ വീട്ടിൽ തരിക. അതല്ലാതെ ഇത്ര പാവമാണ്, അത്ര പാവമാണ്, ഞങ്ങൾ ഇത്ര മഹർ തരും, ആ മഹറിനുള്ള കണക്ക് കണ്ടറിഞ്ഞ് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോഴും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണം ചോദിക്കാതെ നിങ്ങളെ മോളെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യസ്നേഹികളായ യുവാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ മുഖാന്തരം തന്നെ ഇപ്പോൾ കുറേ കല്യാണങ്ങൾ അങ്ങനെ നടന്നു. കാരണം സമ്പത്തൊന്നും വേണ്ട, എനിക്ക് ആ കുട്ടിനെ കെട്ടിച്ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല നല്ല യുവാക്കൾ. അതിന് രക്ഷിതാക്കളും കൂടി പ്രോത്സാഹനം കൊടുക്കണം. മുമ്പൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണമുണ്ട്, അല്ലെങ്കിൽ കടം ചോദിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയും 10 സെൻറ്റേലും വിറ്റിട്ടേലും കൊടുക്കാനൊക്കെ പറ്റിയെന്ന്. ഇപ്പോൾ ആ കാലമല്ല. ഇനി ഇതേമാതിരി സാമ്പത്തികം വന്നാൽ പോലും നമ്മൾ കുട്ടികളെ കെട്ടിക്കുമ്പോൾ കുറേ പണം ചോദിച്ചു വരുന്ന ആളുകൾക്ക് പെൺകുട്ടിനെ കൊടുക്കരുത്. സത്യത്തിൽ അത് മാറ്റം വരുത്തിയാൽ നമ്മളെ നാട് രക്ഷപ്പെടും. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ ജീവിതത്തിലേക്ക് സന്തോഷത്തിലാവും. കാരണം കടത്തിൻ്റെ മുകളിൽ കടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് എന്താ വരാത്തത് എന്ന് ചോദിച്ചാൽ എന്നെ ഫോൺ വിളിക്കലുണ്ട് കുറേ. മാനുക്ക, എൻ്റെ മോളെ വിവാഹം നടത്തിയിട്ട് അതിനൊരു സംഖ്യ കടത്തിലാണ് ഞാൻ, ഇവിടെയാണെങ്കിലെ ജോലി പ്രശ്നങ്ങളാണ്, ബാങ്കിൽ ലോൺ അടക്കാൻ പറ്റിയില്ല, നിങ്ങൾ കുറച്ച് സഹായം തിരിച്ചു തരുമോ, അല്ലെങ്കിൽ കുറച്ച് സഹായം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പ്രവാസികൾ എന്നെ വിളിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വഴിയൊരുക്കുന്നത്
ഇതൊരു ബിസിനസ്സാക്കിയിട്ടാണ്. പ്രവാസ ലോകത്തൊക്കെ ഗൾഫിലൊക്കെ ഒരു പെൺകുട്ടിനെ കെട്ടുകയാണെങ്കിൽ അവന് ജോലി വേണം, അവന് വീട് വേണം, അവൻ മഹർ മാന്യമായത് കൊടുക്കണം എന്നതിന് ശേഷമാണ് അവിടുന്ന് പെണ്ണിനെ തന്നെ കിട്ടുള്ളൂ. ഇവിടെ ഒരു പെൺകുട്ടിനെ സംബന്ധിച്ച് അവളെ ജീവിതത്തിൽ ഒരു വിവാഹം അത് നല്ലൊരു സ്നേഹമുള്ള മനുഷ്യൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ള, പണ്ടത്തിനും പണത്തിനും വില കൽപ്പിക്കുന്ന കുടുംബത്തിലേക്ക് ആ പെൺകുട്ടി കയറി ചെന്നാൽ എന്നും അതൊരു വലിയൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കോട്ടക്കന്ന് ഒരു കുട്ടീനെ എൻ്റെ നാട്ടിൽ കെട്ടിക്കൊടുത്തിരുന്നു. 2 ലക്ഷം രൂപയും 20 പവനാണ് കൊടുത്തിരുന്നത്. 4 വർഷമായി ഇപ്പോൾ ആ വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി ആ കുട്ടീനെ ആ വീട്ടിൽ കൊണ്ടാക്കി അവന്. ഇപ്പോൾ അവൻ വെച്ചിന് ഉപാധി 2 ലക്ഷം രൂപ വേണം, എനിക്ക് ബിസിനസ് നടത്താനാണ്, അതിന് പണം ഉണ്ടെങ്കിലേ ഞാൻ ഓളെ കൊണ്ടുവരുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ബിസിനസ് രീതിയിലുള്ള കുറച്ച് കുടുംബങ്ങൾ ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അത്തരക്കാർക്ക് നമ്മൾ പെണ്ണ് കൊടുക്കരുത്, നമ്മളെ കുട്ടികളെ അവർക്ക് കൊടുക്കരുത്. നന്നായി അധ്വാനിച്ച് തിന്നണ നല്ല നല്ല മക്കളുണ്ട്, ആൺകുട്ടികൾ. അവർ നമ്മളെ മോളെ മാന്യമായിട്ട് ഞാൻ പോറ്റാൻ തയ്യാറാണ്, നിങ്ങളെ മോളെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ അവനാണ് ശരിക്കും നമ്മളെ മകളെ കെട്ടിച്ചു. അവൻ നല്ലൊരു മനുഷ്യസ്നേഹിയാണെന്ന് കണ്ടാൽ 100% നമ്മളെ മോൾക്ക് സന്തോഷ ജീവിതം അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഒരുപാട് കേസുകളിൽ ഞാൻ ഇവിടെ വല്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ കണ്ടുകൊണ്ട്. മനുഷ്യ ബുദ്ധിമുട്ട്, കുട്ടികളെ കെട്ടിച്ചിട്ട് ജപ്തി വന്ന് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് വരുന്ന കുടുംബങ്ങൾ കണക്കില്ല. പിന്നെ വാടക ക്വാർട്ടേഴ്സിൽ നിൽക്കണ ഒരു ഇക്ക ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ നിന്ന്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോളെ കല്യാണത്തിന് വന്ന ആളുകളും ചെറുക്കൻ്റെ കൂട്ടക്കാരും പാടെ മുമ്പ് കെട്ടിക്കൊടുന്ന മൂത്ത മരുവൾക്ക് 25 പവനെ കൊടുത്തിട്ടുണ്ട്, അതെന്നെ കിട്ടണമെന്ന് പറഞ്ഞു. ഈ പാവം മനുഷ്യന് 6000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സെക്യൂരിറ്റിക്കാരനായി ജോലി കിട്ടിയിട്ടുള്ളത്. വാടക 2000 രൂപയുടെ വാടകയും കൊടുക്കണം. ബാക്കി 4000 രൂപ കൊണ്ടാണ് ഈ പാവം മനുഷ്യൻ കഴിയുന്നത്. റേഷൻ പീടി എന്നുള്ള അരിയും കാര്യമൊക്കെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പണ്ടം പണമൊന്നും ഇപ്പോൾ തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, നിങ്ങൾ മോശമാക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാവരോടും ചോദിക്കാം, നിങ്ങൾ ഏറ്റാളി ഒരു 10-20 പവനേലും ഏറ്റാളി നടത്തണം. അപ്പോൾ ഇയാൾ 15 പവൻ പറഞ്ഞു. അപ്പോൾ മധ്യസ്ഥർ അത് 20 പവനാക്കി ഉറപ്പിച്ചു. അപ്പോൾ ഭാര്യ തലയിട്ടാട്ടി അത് ഉറപ്പിച്ചാളി പറഞ്ഞു. അയാൾ ഒരാഴ്ചയോളം പല വീട്ടിലും ചെന്ന് ചോദിച്ചിട്ട് എന്താ 3000 ചില്ലാൻ രൂപയാണ് ആ പാവത്തിനാകെ കൈ കിട്ടിയത്. എൻ്റെ അടുത്ത് വന്നുകൊണ്ട്, മാനുക്കായ എനിക്കൊരു 10 പവനേലും നിങ്ങൾ എടുത്തു തരണം, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഞാൻ വാക്ക് ഏറ്റുപോയി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ മനുഷ്യർ ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കണിക്ക. ഈ ഒരു സമയത്ത് കുട്ടിക്ക് നിങ്ങൾ 10 പവനും 15 പവനൊക്കെ 20 പവനൊക്കെ ഏറ്റുകാണ്ട് പോന്നാൽ എവിടുന്നാ കിട്ടുക, ആരടുത്ത പൈസ ഉള്ളത്? എല്ലാവരും വിഷമഘട്ടത്തിലാണ്. അല്ല, ഞാൻ വാക്ക് ഏറ്റു, എൻ്റെ ഭാര്യ നിർബന്ധിച്ച് 20 ആക്കിച്ചു, ഞാനവർക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വില പേശി വരുന്ന കുടുംബത്തിലേക്ക് നിങ്ങളെ കുട്ടീനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ മനസ്സമാധാനം ഉണ്ടാവുമോ, സന്തോഷ ജീവിതം ഉണ്ടാവുമോ? ദയവ് ചെയ്തിട്ട് ഇക്കങ്ങൾ ആ മരുമകൻ്റെ നമ്പർ തരും, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓൻ നല്ല മനുഷ്യനാണെങ്കിൽ ഒരു പണ്ടും വേണ്ട പണം വേണ്ട ബുദ്ധിമുട്ടി വേണ്ട, ഞാൻ ഓളെ കെട്ടിക്കോളാന്ന് പറയും. അതല്ല, പണ്ടും പണം ചെയ്യാതെ എനിക്ക് ഓളെ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ മോളെ ഓന് കെട്ടിച്ചു കൊടുക്കണ്ട. 100 ആൾക്കാർ നല്ല മനുഷ്യരുണ്ട്, യുവാക്കൾ, അവർ വരും, അതിൽ ആരെങ്കിലും ഒരാൾ നല്ല മനുഷ്യനെ പടച്ചോ എത്തിച്ചേരും നിങ്ങളെ എത്തുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ നമ്പർ എന്ന് ഞാൻ ആ മരുമകനെ വിളിച്ചപ്പോൾ ആ കുട്ടി നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. കുടുംബങ്ങളാണ് മാനുക്ക പണ്ടും പണം ചോദിച്ചത്. ഞാനൊരു പണ്ടും പണം ചോദിച്ചില്ല, പണ്ടും പണം കണ്ടിട്ടല്ല ഞാൻ ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടുള്ളത്. എനിക്ക് ആ കുട്ടീനെ നിക്കാഹ് തന്നാൽ മതി, അദ്ദേഹത്തോട് കണ്ട പെരകളിലൊന്നും കാര്യം ഇറങ്ങണ്ടെന്ന് പറയും, ഞാൻ ആ മോളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അതിൽ ഇടപെട്ട പള്ളി സെക്രട്ടറിക്ക് ഞാൻ വിളിച്ചു, ഇക്ക ഇങ്ങനെയാണ് കാര്യം, ഈ പാവത്തിന് ആകെ 6000 രൂപയാണ് ശമ്പളമുള്ളത്, അതും വാടക കൊടുത്ത് ബാക്കി അദ്ദേഹത്തിൻ്റെ ചിലവും കഴിച്ചാൽ ഇനി ഇതിൻ്റെ താഴെ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഈ പാവം മനുഷ്യന് നിങ്ങളൊക്കെ പാടെ മധ്യസ്ഥ ഇറങ്ങാണ്ട് 20 പവനാക്കിയെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു പവൻ തരാൻ കഴിയൂല, ആ വിവാഹത്തിന് ഇങ്ങനെ ഇനി ആയിരം വിഷയങ്ങളെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു, അദ്ദേഹം കേൾക്കാൻ നിൽക്കണ്ടല്ലോ, ഞാൻ പറഞ്ഞ 15 വെക്കട്ടെ, 20 വേണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ സംസാരിച്ചാൽ അത് എവിടെ എത്തൂല. നമ്മളൊരാളെ കണ്ണീര് കുടിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ചുകൊണ്ട്
ആ പണ്ടം മേടിച്ചാൽ എവിടുന്ന ഇക്ക ഇതൊക്കെ നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാകും കഴിയുക. ആ പയ്യനോട് ഞാൻ സംസാരിച്ചിരുന്നു. പയ്യന് പറഞ്ഞത് എനിക്കൊരു പണ്ടും വേണ്ട, കുടുംബങ്ങളാണ് ഇതിനൊക്കെ പിന്നെ വഴിയൊരുക്കുന്നത്, നിങ്ങൾ കുടുംബങ്ങളായിട്ട് സംസാരിക്കുന്നതാണ് പയ്യൻ പറഞ്ഞത്. പിന്നെ ഒരു 10 പാവം കൊടുക്കാൻ പറ്റുമോ വെച്ചു. ഇല്ല, ഏറ്റവും പേരേക്ക് ഒന്നുമില്ലാതെ. ഞാൻ പറഞ്ഞ ഓന് 100% ഒരു പണ്ടുമില്ലെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. പണ്ട് ഓൻ്റെ ഇത് കാശുണ്ടാവും, വിട്ടു കൊടുത്തോട്ടെ. ഓൻ്റെ കൂടെ ജീവിക്കുന്ന ഓൻ്റെ ഭാര്യയല്ലേ, ഓൻ്റെ ഭാര്യയ്ക്ക് ഓൻ സമ്പാദിച്ചിട്ട് ഓൾക്ക് വേണ്ട പണ്ട ഓ ഇട്ട് കൊടുക്കട്ടെ ഇക്ക. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ആ പയ്യന് വളരെ ഭംഗിയായിട്ട് ആ കുട്ടിനെ വിവാഹം ചെയ്ത് വ്യാഴാഴ്ച കൊണ്ടുപോയി. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭാര്യ തലയിട്ടാട്ടിയാലും അല്ലെങ്കിൽ ഭാര്യ നിർബന്ധിച്ചാലൊന്നും നമ്മൾ ഏൽക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? സാധിക്കുന്നതേ ഏൽക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരെ നാട്ടുകാരെ കയ്യിലുള്ള കാശ് കണ്ട് കല്യാണം ഏറ്റെടുക്കാൻ ഒരിക്കലും ഒരാളും നിൽക്കരുത്. തുറന്ന് പറയാം രക്ഷിതാക്കൾ, എന്നെക്കൊണ്ട് എൻ്റെ മോളെ മാത്രമേ തരാൻ കഴിയുള്ളൂ, അത് മാന്യമായ മഹർ നിങ്ങൾ എന്താ മഹർ ഞങ്ങൾ കൊടുക്കുക, എനിക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ പണ്ടും പണമായിട്ടോ ഒന്നും എനിക്ക് തരാൻ കഴിയൂല എന്ന് ഓരോ രക്ഷിതാക്കളും പറഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. അതേമാതിരി കെട്ടാൻ പോകുന്ന പയ്യൻ്റെ രക്ഷിതാക്കൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കും ഉണ്ടാവും മക്കളൊക്കെ, ഒരു കുട്ടിനെ കെട്ടിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? നമ്മളെ മോന് പണ്ടും പണമൊന്നും വേണ്ട, നമുക്ക് സൽസ്വഭാവിയായ ഒരു പെൺകുട്ടിയാണ് ആവശ്യം. പണ്ടും പണമൊക്കെ പടച്ചവൻ്റെ അടുത്തുണ്ട് ഇഷ്ടം പോലെ. അത് നല്ല കുടുംബമായി മാറാൻ ആ കുട്ടിനെ നമ്മൾ പൊരുത്തപ്പെട്ട് കൊണ്ടുവരിക. അയറ്റുള്ള കണ്ണീരും വേദനിപ്പിച്ച് കണ്ടും ആ പണ്ടം നമ്മൾ മേടിച്ച് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ രക്ഷിതാക്കളും കൊടുത്തതിൽ ഈ നാട് രക്ഷപ്പെടും. കുറേ പാവപ്പെട്ട കുടുംബങ്ങൾ, അതായത് ഇതിൽ ഏറ്റവും വലിയ സങ്കടം അവരൊരാളോട് കടം ചോദിച്ചാൽ മടിയേക്കാറ്. അവർക്ക് എങ്ങനെ കടം ചോദിച്ചാൽ കിട്ടൂല. അവരെ തന്നിലെ വരുമാനങ്ങൾ മുഴുവൻ നിന്ന് കിടക്കുക. ഇതിനെ മുമ്പ് കെട്ടിച്ച കുട്ടിക്ക് 50 പവനോ 40 പവനോ 30 പവനോ ഒക്കെ കൊടുത്തും ചെയ്തേക്കുക. ഇതിനെ കെട്ടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ റബ്ബേ, ആരോടെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് വളരെ വിഷമിച്ച് നിൽക്കണ നടുത്തരായ കുടുംബങ്ങളുണ്ട്. അവരാണ് ആകെ വിഷമിച്ചിട്ട് നിൽക്കണ ഒരു സാഹചര്യം കണ്ട്. അപ്പോൾ ഈ പണ്ടും പണം എന്നുള്ള വിഷയം നമ്മളെ നാട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മളെ പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് എത്തും. അത് സ്വന്തമല്ല, നമ്മളെ യുവാക്കൾക്കൊക്കെ നല്ല ജീവിത മാർഗവും പടച്ചമ്പുരാൻ്റെ കാരുണ്യം കിട്ടും. മറ്റൊരു കുടുംബത്തിന് വേദനിപ്പിച്ച് കാണ്ട് കൊണ്ടുപോകണ പണ്ടും അതിലൊരു ബർക്കത്തും ഉണ്ടാവില്ല, അതിൽ നമുക്ക് നഷ്ടക്കച്ചവടം ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പാണ്. ജീവിതത്തിൽ പരസ്പരം സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പത്തിനെ വില കൽപ്പിക്കാതെ മനുഷ്യനെ സ്നേഹിക്കാൻ മനുഷ്യനെ സഹായിക്കാൻ എന്നുള്ള മനസ്സോടെ ആ വിവാഹം നടന്നാൽ ഒരു സംശയമില്ല, പടച്ചമ്പുരാൻ്റെ കാരുണ്യം സമ്പത്തും ഒക്കെ വീട്ടിലെത്തും. സമാധാന ജീവിതം ഉണ്ടാവും, സന്തോഷ ജീവിതം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഓരോ മഹലിലും ഓരോ രക്ഷിതാക്കളും ആ വിവാഹം നടക്കുമ്പോൾ പണ്ടും പണം കൊടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല കേട്ടോ എന്ന് തുറന്ന് പറയാൻ മെനക്കെടണം. അതേമാതിരി വലിയ വലിയ ടീമുകൾ ഒരുപാട് പണ്ടം കൊടുത്തിട്ടൊക്കെ ആകെ അഹങ്കാരവും ആർഭാടങ്ങളൊക്കെ കാട്ടിക്കൂട്ടലുണ്ട്. ഇപ്പോൾ ഏതായാലും കൊറോണ വന്നതോടെ അതൊക്കെ ഒഴിവായി കിട്ടി. നിങ്ങൾ ആ ചിലവാക്കിയ കാശ് അല്ലെങ്കിൽ ആ ചിലവാക്കാൻ ഉദ്ദേശിച്ച കാശ് തൊട്ടടുത്തുള്ള പാവപ്പെട്ട രോഗികളോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടണമല്ലോ അല്ലെങ്കിൽ വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ള പാവപ്പെട്ട കുട്ടികളെ വിവാഹം കഴിക്കുന്നതിലേക്ക് ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സുകളും എടുത്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങളും തന്നെ വലിയ പണക്കാർ ഒന്നിറങ്ങിയാൽ ഒരു സംശയമില്ല, നിങ്ങളെ വിവാഹം ചെയ്തേക്കണ കുട്ടിക്ക് പടച്ചവൻ ഭാഗത്തുനിന്ന് പുണ്യം കിട്ടും. നിങ്ങൾ കൊണ്ടുവരുന്ന മരുമകളാണെങ്കിലും അന്നും ആ വീട്ടിൽ അങ്ങനെ നല്ല കാരുണ്യ പ്രവർത്തനം നടത്തണമെങ്കിൽ ആ കുടുംബ ജീവിതത്തിൽ രക്ഷപ്പെട്ടു, ആ കുടുംബത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ സ്വാഭാവിക ഒരു ഓരോരുത്തർ മനസ്സിൽ നിന്ന് ചിന്തിച്ച് കാരണം ഞാനിങ്ങനെ ചെയ്യുള്ളൂ, എൻ്റെ മകൾക്ക് ഞാൻ പണ്ടം കൊടുക്കുന്ന പരിപാടിയില്ല, ഞാനിങ്ങനെ ചെയ്യും, എൻ്റെ മകന് കല്യാണം കഴിക്കുമ്പോൾ പണ്ടം പണം മേടിച്ചു ഒന്നുകാണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള പണ്ടം പണം നമുക്ക് വേണ്ട എന്നുള്ള തീരുമാനം നമ്മൾ ഓരോ രക്ഷിതാക്കളും എടുത്തു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഈ നടുത്തരായ കുടുംബങ്ങളും ഇനി കെട്ടിക്കാനുള്ള കുട്ടികളും അവർ വേദനിക്കൂല, അവരെ വിഷമങ്ങളൊക്കെ പരിഹാരമാവും. പിന്നെ ഇത് സ്വന്തമല്ല, നിങ്ങൾ വിവാഹ ആവശ്യങ്ങൾക്ക് ഒരു പെൺകുട്ടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹിക്കാറ് നല്ല ഡ്രസ്സൊക്കെ ഇടൽ. ആ നല്ല ഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാം,
നിങ്ങൾ എന്നെയായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട TVS സലാംക്ക റൈസ് ബാങ്ക് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഉണ്ട്. എത്ര കുട്ടികളെ വിവാഹമാണെങ്കിലും അതിലേക്ക് അരി കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട TVS സലാംക്ക ഇപ്പോൾ 1011 കുടുംബങ്ങൾക്ക് അവർ ഭക്ഷണസാധനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് കുടുംബങ്ങളിലേക്ക് TVS സലാംഖാൻ്റെ കെയർ ഓഫിൽ റൈസ് ബാങ്കിൽ നിന്ന് അരി നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കല്യാണ ആവശ്യങ്ങൾക്ക് അരി നിങ്ങൾ അന്വേഷിക്കുക. നമുക്ക് വിവരം തരികയാണെങ്കിൽ നമ്മൾ അരി എത്തിച്ചു കൊടുക്കുക. അതിലിപ്പോൾ നമ്മൾ ഐഡിയൽ മുജീബ്ക്ക, നമ്മളെ കീഴ്ശ്ശേരിയുള്ള സുരയ്യ, ഷാജാൻക്ക, ആരിസ്ക, അങ്ങനെ നല്ല നല്ല വ്യക്തികളാണ് സലാംഖാൻ്റെ കൂടെ. ഒരുപാട് മനുഷ്യത്തുള്ള ആളുണ്ട്. അതേമാതിരി നമ്മളെ നാസർതൂത നടത്തുന്ന ഡ്രസ്സ് ബാങ്ക് ഉണ്ട്. ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഡ്രസ്സുകളാണ് 30,000, 40,000, 50,000 റുപ്യൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഡ്രസ്സുകളാണ് വലിയ വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തതാണ്. പക്ഷേ ഒരു മോശത്തരമില്ല, നല്ല ഫ്രഷ് ഡ്രസ്സുകളാണ് ഒക്കെ. അപ്പോൾ അതിൽ ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, അതായത് നാസർദൂദിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ എത്രയോ റൂമിലിരിക്കണം നല്ല നല്ല ഡ്രസ്സുകൾ. നിരവധി കുട്ടികളാണ് അത് വന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിരുന്നു, അവരൊക്കെ കൊണ്ടുപോയി പല ഏരിയയിൽ നിന്നും പാലക്കാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് നല്ല നല്ല ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ അവർക്ക് കല്യാണത്തിൻ്റെ അന്ന് ഡ്രസ്സ് ഇടാൻ നിങ്ങൾ നാസർദൂദിനേറ്റോ ഇന്നേറ്റോ അല്ലെങ്കിൽ നമ്മൾ TVS സലാംഖാനേറ്റോ ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്കുള്ള ഡ്രസ്സ് നമുക്ക് എത്തിച്ചു കൊടുക്കാം. അവർ എത്തിച്ചു കൊടുക്കുക സ്വന്തമല്ല, അവർ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവർക്ക് നോക്കിയിട്ട് അവരെ പാകത്തിനുള്ളത്, അത് ഒരുപാട് മുത്തും ചങ്ങലൊക്കെ ഉള്ള ഡ്രസ്സുകളാണ്, നല്ല നല്ല രസമുള്ള ഡ്രസ്സുകളാണ്. മണവാട്ടി ഡ്രസ്സ് അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മളെ കുട്ടിക്ക് പഠിച്ചവനെ ഇനിയിപ്പോൾ അന്ന് ഡ്രസ്സ് എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ടെൻഷൻ അടിച്ചേണ്ട. ആ ഡ്രസ്സ് ഫസ്റ്റ് ക്വാളിറ്റി ഡ്രസ്സ് നിങ്ങൾ നമ്മളെ ബഹുമാനപ്പെട്ട നാസർദൂദിൻ്റെ ഡ്രസ് ബാങ്കിലുണ്ട്. അത് എത്ര ആണെങ്കിലും ഏത് കുട്ടിയെ വേണമെങ്കിലും നിങ്ങൾ ആർക്കും അറിയിക്കുക. നമുക്കത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് അവിടെ വന്ന് തിരഞ്ഞെടുത്ത് കൊണ്ടുപോവുക. അപ്പോൾ അതിന് നിങ്ങൾ ആ വിവരം നമ്മൾക്കന്ന് അറിയിക്കുക. പിന്നെ അപ്പോൾ ഇതൊക്കെ ഓരോ മഹലിലും ഓരോ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലേ ഇപ്പോൾ ഈ കല്യാണ വിഷയത്തിലൊക്കെ ഒരു പരിഹാരമാകുള്ളൂ. നമുക്ക് വേദന കൊണ്ട് പറയണേ, ഞാൻ ഒരുപാട് മനുഷ്യരിവിടെ വരുന്നുണ്ട്, ജപ്തി കെടുക്കുകയാണ് മാനുക്ക, കുട്ടീനെ കെട്ടിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താന്ന് പറഞ്ഞിട്ടുള്ള വേദന. പലരും കരഞ്ഞു പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെയുള്ള കുട്ടികളായിട്ട് ഞാൻ വാടക വീട്ടിലേക്ക് ഇറങ്ങിപ്പോകണം, എന്താ ഞാൻ ചെയ്യുക? ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് കുറച്ച് നീട്ടി കിട്ടി, പക്ഷേ അതിപ്പോൾ കഴിയൂലേ? ആ നീട്ടിൽ അവസാനിച്ച നോട്ടീസ് ഒട്ടിച്ചിക്കണം. പിന്നെ ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്താ? അപ്പോൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടിനെ നമ്മളെ വീട്ടിൽ കെട്ടിക്കൊണ്ടുവരുമ്പോൾ ആ പെൺകുട്ടീൻ്റെ പണ്ടം പേടിച്ച വകയിൽ ആ കുടുംബം നാളെ അനാഥയാവുകയാണ്. അതായത് അവർ വാടക വീട്ടിലേക്ക് ഇറങ്ങി പോകേണ്ട അവസ്ഥ. പെരിന്തൽമണ്ണുള്ള ഒരു ഇക്ക അദ്ദേഹത്തിൻ്റെ മൂത്ത മോൾക്ക് 40 കൊടുത്തു, ഒരു പ്രവാസിയെന്ന്. രണ്ടാമത്തെ മകളെ കല്യാണമായപ്പോൾ അയാൾ പ്രവാസ ലോകത്ത് നിന്ന് ക്യാൻസലായി നാട്ടിൽ വന്നിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പെരിന്തൽമണ്ണ അർബൻ ബാങ്കിൽ നിന്ന് അദ്ദേഹം 6-7 ലക്ഷം ഉറുപ്പ്യ ലോൺ എടുത്തു. ജ്വല്ലറിയിൽ 3 ലക്ഷം ഉറുപ്പ്യേറ്റ കൊടുക്കാനുണ്ട്. പഠിച്ച വാട അയാൾ എങ്ങനെ നോക്കിയിട്ടും എവിടെ നിന്നും കിട്ടിയില്ല. അയാളെ പെര വിൽക്കാൻ വേണ്ടി നോക്കിയിട്ട് അത് നടന്നില്ല. പെര ജപ്തിയിൽ വന്നേക്കുക. അയാൾ മൂത്ത മോളെടുത്ത് 40 പാവം കൊടുത്തോളെടുത്ത് പോയി കണ്ട് ചോദിച്ചു, പിന്നെ ഒരു 20 പാവം എൻ്റെ കുട്ടി സഹായിക്കുകയാണെങ്കിൽ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് പെരയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട. ഇതിനെത്തായി 3-4 മക്കളുണ്ട്, ഞാൻ ഇടങ്ങറിലാണ്, എന്താ ചെയ്യാറില്ല. ജ്വല്ലറിക്കാർ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതിന് പുറത്ത് ബാങ്കുകാരും പെര വിൽക്കാൻ നോക്കിയിട്ട് മളെ ആരും എടുക്കാനുമില്ല. ആകെ 12 ലക്ഷം ഉറുപ്പ്യ പറയേണ്ട പേർക്ക് നമുക്ക് എവിടേക്കാ പോവുക? ബാങ്കിലും ജ്വല്ലറി പാട് കൊടുത്താൽ ഒരു ഉറുപ്പ്യ പിന്നെ കഴിക്കണ്ടാവില്ല. അപ്പോൾ ആ മൂത്ത മോള് പറഞ്ഞത്, ഇപ്പോൾ അങ്ങൾ എൻ്റെ കുടുംബജീവിതമായിട്ട് കളിച്ചല്ലേ, എന്നെക്കൊണ്ട് ഒന്നും തരാൻ പറ്റില്ല, നിങ്ങൾ അമ്മോസനോടൊന്ന് ചോദിച്ചു നോക്കിയാർ. അമ്മോസനെ അതിന് കൊടുത്ത് പണ്ടം തന്നു കണ്ടാൽ ചോദിച്ചാൻ വന്നിക്കണം, നാണം മാനം ഇല്ലല്ലോ എന്ന് ചോദിച്ചു. കണ്ണീരോടെ ആ പാവം അതിൻ്റെ ഭാര്യയും കൂടി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പുതിയ കെട്ടിച്ച മോളെടുത്ത് പോയി. പുതിയ കെട്ടിച്ച മോളെടുത്ത് ചെന്നപ്പോൾ മോളോട് സലാം പറഞ്ഞ് പേർക്ക് കയറ്റിയിരുത്തി അമ്മായിമ്മനോട് ഈ കാര്യം പറഞ്ഞു. ആദ്യം മോളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞാളി പറഞ്ഞത്ര. അങ്ങനെ അമ്മായിമാരോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മായിമ്മ അതിനെക്കാട്ടി മറ്റേ പേരിൽ നിന്ന് കിട്ടിനെക്കാട്ടിയും വലിയ സമ്മാനമാണ് കൊടുത്തു കാരണം.
അപ്പോഴും പുറത്തിറങ്ങിയപ്പോൾ ഈ മോളും പറഞ്ഞത്രേ എനിക്കിപ്പോൾ ഇവിടെ സുഖമാണ് നിങ്ങളിത് ചോദിച്ചാൽ അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഇത് ചോദിച്ചാൽ വന്നു വെച്ചാൽ ഒരു കാര്യമില്ല, ഞാൻ ഈ സമാധാനമായിട്ട് ജീവിക്കണം, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് ചോദിച്ചേണ്ടിയിരുന്നില്ല, വെറുതെ അത് മതിയാവും എനിക്ക് എന്നിറങ്ങാണ്ട് ആ പെൺകുട്ടിയും ഈ വാപ്പാക്കും ഉമ്മാക്കും എമ്പാടും കൊടുത്തു വിട്ടു. ഇതിൻ്റെ അടുത്ത് വന്ന് കുറേ കരഞ്ഞു, മാനുക്ക എന്താ ഞാൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ഞാൻ ജീവിക്കാറില്ല, എൻ്റെ കുഞ്ഞു കുട്ടികളായിട്ട് ഞാൻ എടുക്കാൻ പോകാറില്ല, വിൽക്കാൻ പെര നോക്കിയിട്ട് ഒരു മനുഷ്യടുക്കാനില്ല. അപ്പോൾ മുമ്പ് 16 ലക്ഷമൊക്കെ പറഞ്ഞാണ്, ഇപ്പോൾ 12 തന്നെ പകുതി പൈസ ഇപ്പോൾ തരുള്ളൂ, ബാക്കി 6 മാസം കഴിഞ്ഞിട്ട്, അതുകൊണ്ട് എൻ്റെ കാര്യം നടക്കില്ല മാനുക്ക, എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയില്ല പറഞ്ഞിട്ട് അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. അപ്പോൾ സത്യത്തിൽ ആ ഇക്കാനി ആ കുഞ്ഞു മക്കളെയും ഈ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ 4 മക്കളും ആ രക്ഷിതാവും ആ ഭാര്യയും കൂടി നടുറോട്ടിക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണെന്ന്. അതിന് കാരണം ആരാ? ഈ നാട്ടിൽ നിന്ന് വരുന്ന മധ്യസ്ഥരും മഹർ 4 പാവം തരും, 5 പാവം തരും, 6 പാവം തരും എന്നിട്ട് അതിനൊരു കോഡ് ഭാഷയും, 6 പാവം കൊടുത്താൽ 60 പാനാത്ര, 4 പാവം കൊടുത്താൽ 40 പാനാത്ര, ഇങ്ങനെ ഒരു റൂളും. അതിന് നമ്മളെ ഭാര്യമാർ എന്തായാലും വേണ്ടില്ല, നമ്മളെ കുട്ടീനെ ഇറക്കി വിടുമ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ മോശമാണ്, കൊടുക്കാതിരിക്കാൻ പറ്റൂല, നമ്മളെ മോളെയാണ് കൊടുക്കേണ്ടത്. ഒരു പെണ്ണിനെ ആവശ്യമില്ലാതെ നോക്കിയാൽ പോലും നമ്മൾ ജയിലില്ല. അത്രയും നല്ല ഒരു കുട്ടിനെ ഓൻ കൂടെ ജീവിക്കാൻ ഓനക്കൊരു പങ്കാളിയായിട്ടാണ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ എന്തിനാ ഓന് പണ്ടും പണമൊക്കെ നമ്മൾ കൊടുക്കുന്നത്? ഓൻ്റെ കടയാണ് ഓൻ്റെ ഭാര്യനെ സംരക്ഷിക്കേണ്ടതും. ഓൻ്റെ ഭാര്യയ്ക്ക് വല്ല പണ്ടോ പണോ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനത്തെ പൂതി ആഗ്രഹം ഓൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഓൻ ഉണ്ടാക്കി കൊടുക്കട്ടെ. കാലങ്ങളൊന്നും മാറിയാലേ നമ്മളെ നാട് രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഇനിയും ഒരുപാട് ആത്മഹത്യയും ഒരുപാട് വാടക വീട്ടിലെത്തേണ്ട അവസ്ഥയും അതും അധികവും നടുത്തരായി കുടുംബങ്ങളാണ്. ആരെ മുമ്പിലും തല താത്താതെ മാന്യമായിട്ട് ജീവിച്ചിരുന്ന കുടുംബങ്ങളാണെന്ന് വഴി തെറ്റിയിട്ട് ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം ഒരാളോട് കടം ചോദിച്ചാൽ കിട്ടില്ല അവർക്ക്. ആരെ മുമ്പിലും തല താത്താതെ മാന്യമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബമാണ് മക്കളെ വിവാഹം കാരണത്താൽ വഴിയാധാരമായിക്കണത്. അതൊരു കച്ചവടമാക്കിയതുകൊണ്ടാണ്. ഈ ബിസിനസ് ഇനി നമ്മളെ നാട്ടിൽ നിന്ന് നിന്നേ പറ്റൂ. ഈ നാട്ടിൽ വിവാഹത്തിന് പണ്ടം പണം ചോദിച്ച് വരുന്ന ഒരു പയ്യനും നമ്മളെ കുട്ടികളെ കൊടുക്കരുത്. അത് ഒരു കച്ചവടമാവും. ആ കുട്ടികൾക്ക് ആ സമാധാനമായിട്ട് ആ കുടുംബത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ അടുത്ത് ഞാനൊരു കേസിൽ ഇടപെട്ട്, ആ കേസിൽ ഇടപെട്ടപ്പോൾ 80 പവനാണ് കൊടുത്തിരുന്നത്. 80 പവൻ കൊടുത്തതിൽ അതിൽ എന്തോ കുറച്ച് ഉക്കുപണ്ടം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം അവിടെ പ്രശ്നമായി. അവസാനം അതിൻ്റെ മുകളിലുള്ള ഓരോ വിഷയങ്ങൾ അത് കൂടി അതിൽ പിന്നെ ആ പെൺകുട്ടിക്ക് ഒരു കുട്ടിയായി. ആ കുടുംബജീവിതം ആ ഒരൊറ്റ വിഷയത്തിനാൽ തകർന്നു. അവസാനം കാര്യം ഒഴിവാക്കി. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ് ഇപ്പോൾ അതിന് 4 ലക്ഷം ഉറുപ്പ്യ നഷ്ടപരിഹാരം മറ്റുള്ള സഹായങ്ങൾ ഒക്കെ കൊടുത്തുകൊണ്ട് പിരിച്ചുവിടുന്നത്. അതിൽ ആ പയ്യൻ്റെ രക്ഷിതാക്കളും കുടുങ്ങി, ഈ പെൺകുട്ടീൻ്റെ രക്ഷിതാക്കളും കുടുങ്ങി. എല്ലാവരും വിഷമഘട്ടത്തിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെറുപ്പായി. ഇതിനൊക്കെ കാരണം എന്താ? നമ്മൾ കണക്ക് പറഞ്ഞിട്ട് ഈ പണ്ടം കൊടുക്കൽ പ്രശ്നം. അതായത് 8 പാവം മഹർ വന്നാൽ 80 പാവം കൊടുക്കണം. ആ 80 പാവനിൽ ചിലപ്പോൾ ആ കുടുംബം എങ്ങനെയെങ്കിലും പണ്ടം വെക്കാതായപ്പോൾ 10 പവനോ എന്തെങ്കിലും അതിന് മറ്റുള്ള റോഡ് ഗോൾഡും വെച്ച് കൊടുക്കും. അപ്പോൾ കാശില്ലാത്തതുകൊണ്ടേക്കാരെ വെച്ച് കൊടുത്തിട്ടുണ്ടാകുക. പക്ഷെ അത് ആ കുടുംബത്തിൽ കൊണ്ടുവന്നത് ഇതാണെന്നുള്ള മനക്കളി. പരസ്പരം നല്ല കുടുംബങ്ങളാണ് രണ്ട് കുടുംബവും നല്ല വ്യക്തിത്വമുള്ള കുടുംബങ്ങളാണ്. പക്ഷേ ഈ ഒരു സാര കാര്യത്തിനും വേണ്ടിയിട്ട് ആ കുടുംബജീവിതം തകർന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, പണ്ടും പണം ഈ കച്ചവടം ഒരുപാട് നഷ്ടക്കച്ചവടമാണ് ഉണ്ടാക്കി തീർക്കുന്നത്. ഓരോ കുടുംബത്തിൽ നിന്നും നമ്മളെ പെൺകുട്ടിനെ കെട്ടിക്കുമ്പോൾ പണ്ടും പണം ചോദിച്ചു വരുന്ന പയ്യനായാലും ശരി, അവൻ്റെ ബന്ധുക്കളായാലും ശരി, അവിടുന്ന് നാട്ടിൽ നിന്ന് മധ്യസ്ഥക്ക് വരുന്ന ആളുകളായാലും ശരി, അവർക്ക് അവിടെ തുറന്ന് പറയാം, പണ്ടും പണം ചോദിച്ചിങ്ങോട്ട് വരണ്ട, അങ്ങനെ എൻ്റെ മോളെ ഞാൻ വിൽക്കാൻ തയ്യാറല്ല. അതേമാതിരി നമ്മളെ പയ്യനോട് കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ പയ്യൻ എന്ത് തരാം, ഉപ്പാനോടും ഉമ്മാനോടും പറയാം, ഞാൻ മാന്യമായിട്ടുള്ള അന്തസ്സുള്ള കുടുംബത്തിന് എനിക്കൊരു കല്യാണം വേണമെന്നുള്ളൂ. പക്ഷേ പണ്ടും പണം എൻ്റെ പേരിൽ ഒരു പവൻ അവിടെ ചോദിക്കാൻ പാടില്ല. ഞാൻ ആ കുട്ടിനെയാണ് സ്നേഹിക്കേണ്ടത്. ആ കുട്ടിനെ പൊന്നുപോലെ ഞാൻ പോറ്റണം. പടച്ചമ്പുരാൻ്റെ അടുത്ത് മുതൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം എനിക്ക് മുതൽ അള്ള തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ
ഈ പേരും പറഞ്ഞ് വിവാഹത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ സദസ്സിൽ ചെന്ന് കണ്ട് അത്ര കൊണ്ടും എത്ര വേണം ഇത്ര വേണം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ സന്തോഷ ജീവിതമാണ് എനിക്ക് ഏറ്റവും ആവശ്യം. അതിന് അവരെ കണ്ണീരും അവരെ വേദനിപ്പിച്ച് കാണ്ടും ആ പണ്ടം അവിടുന്ന് മേടിച്ച് വന്ന് കാണ്ട് എനിക്കൊരു ജീവിതം വേണ്ടാന്ന് നമ്മൾ യുവാക്കൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് നിവൃത്തി ഉണ്ടാവില്ല. പിന്നെ അടുത്തൊരു സുഹൃത്തുണ്ട്, പിന്നെ കാടാമ്പയുള്ള എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മോളെ കെട്ടിച്ചപ്പോൾ 80 പവനോ 100 പവനൊക്കെ കൊടുത്തത്. അത് ഈ കൊറോണയുടെ ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു നിശ്ചയം ഉണ്ടായി. വലിയ നിശ്ചയമാണ് ഉണ്ടാക്കിയത്, വലിയ പരിപാടി. അന്ന് പെൺകുട്ടീൻ്റെ കൂട്ടക്കാരെല്ലാവരും ഉണ്ട്, ഒക്കെ ഭയങ്കര സൗഹാർദ്ദം സ്നേഹമെന്ന്. അപ്പോൾ എൻ്റെ സ്നേഹിതന് അവിടുന്ന് വെളിപ്പെടുത്തി 10 പവൻ മെഹർ ഞങ്ങൾ കൊണ്ടുവരും, 10 പവൻ മെഹർ കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം എൻ്റെ സ്നേഹിത ഉദ്ദേശിച്ചത് 100 പവൻ കിട്ടണമെന്നാണ്. അപ്പോൾ ആ ഓക്കെ നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ എത്ര വെച്ചെങ്കിൽ നിങ്ങളെ മോൾക്ക് കൊടുത്തോളി എന്ന് പറഞ്ഞിട്ട് അവിടെ ആണ്ടും കൊണ്ടും ഭർത്താനായി ഒക്കെ സന്തോഷത്തോടെ പിരിഞ്ഞു. കല്യാണ സമയം അടുത്ത് വന്നപ്പോൾ ബ്രോക്കർ പണ്ട എവിടുന്ന് എടുക്കണമെന്ന് വന്നുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടീൻ്റെ ഒപ്പം പറഞ്ഞു, ഞാൻ പണ്ടം പണമൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവരെ മോൾക്ക് 10 പവൻ മെഹർ കൊടുന്നവരുണ്ടെന്ന് പറഞ്ഞു. അവന് ഞാൻ മാന്യമായി നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ട കടമ എൻ്റെ കടമയാണ്. അല്ലാതെ ഞാൻ എവിടുന്ന് ജ്വല്ലറിന്ന് എടുക്കണ് അല്ലെങ്കിൽ ഞാൻ എത്ര പവൻ കൊടുക്കുന്നുള്ള ഒരു വാക്കും ഞാൻ സദസ്സ് പറഞ്ഞില്ല. അല്ല, അവർ 10 പവൻ തരാമെന്ന് പറഞ്ഞത് 100 പവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് അവരെ മനസ്സിൽ വെച്ചോട്ടെ പൊന്നാര കുഞ്ഞ്. ഇപ്പം തന്നെ ആ കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, ഞാനൊരു പണ്ടും കൊടുക്കൂല എന്നെൻ്റെ കുട്ടി പറഞ്ഞോളാം. എനിക്ക് അന്ന് 2-3 കുട്ടികളെ വിവാഹം ചെയ്തേക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ 5 കുട്ടികളെ വിവാഹം ഞാൻ നടത്തി കൊടുക്കും. അത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. എൻ്റെ മോൾക്ക് കുറേ പണ്ടം കൊടുത്തുകൊണ്ട് കുറേ ഇതായിക്കൊണ്ടുള്ള ആർഭാടങ്ങൾക്ക് ഞാൻ തയ്യാറല്ല. അവന് അധ്വാനിച്ച് അവന് ജോലിയുണ്ട്, അവന് എൻ്റെ കുട്ടിനെ പോറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ പണ്ടം പണം ചോദിച്ചിട്ട് ഒരു ഉപാധിയായിട്ടുള്ള ഒരിക്കലും ആ കല്യാണം ഇപ്പം തന്നെയാണ് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ മതിയാറ്. പെൺകെട്ടേരനത് എൻ്റെ സ്നേഹിതനോട് വന്ന് പറഞ്ഞ്, സ്നേഹിത ആകെ ടെൻഷനായി എന്നോട് വന്ന് കുറേ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, എന്തിനാ മുതൽ പഠിച്ചോനെ, അള്ളാഹിനത്ത് മുതൽ എത്ര ഉണ്ട്, നിങ്ങളെത്ത് ഇപ്പോൾ എത്ര മുതലുണ്ട്, എന്തിനാണ് നിങ്ങൾ വില പേശിക്കാണ്ട്. അല്ല, ഞാൻ 10 അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പവനെ മെഹർ പറഞ്ഞെന്നുള്ളൂ, ഇത് 10 പവൻ മെഹർ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, നിങ്ങളെ മോൾക്കല്ലേ, നിങ്ങളെ മരുമോളാരാ, നിങ്ങളെ മോളാണ്, അതിലെന്താ കുഴപ്പമുള്ളത്, പുറത്തുകല്ലല്ലേ കൊടുക്കുന്നത്, എന്നാലും 10 പവന് അതിന് വലിയൊരു മര്യാദ കാണിക്കണ്ടേ. ഞാൻ പറഞ്ഞ അയാളാണ് യഥാർത്ഥ സത്യസന്ധൻ. അയാൾ അന്ന് 4-5 കുട്ടികളെ വിവാഹം നടത്തി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അതാണ് അയാൾ അന്തസ്സിലുള്ള ചെയ്തത്. കാരണം എൻ്റെ മോളെ വിവാഹത്തിൻ്റെ അന്ന് പാവപ്പെട്ട 4-5 കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള നല്ല മനസ്സ് കാണിച്ച് ആ മനുഷ്യൻ്റെ മോളെ നിങ്ങളെ പെരീക്ക് കൊടുത്താൽ നിങ്ങൾ പുണ്യപ്പെട്ടവനായിക്കാരം, നിങ്ങൾ ഭാഗ്യവാനായിക്കാരം. ആ ഭാഗ്യവതിയാണ് ആ പെരീക്ക് വരുന്നത്. കാരണം ആ പെൺകുട്ടിൻ്റെ രക്ഷിതാവ് ആ പെൺകുട്ടിൻ്റെ വിവാഹത്തിൻ്റെ അന്ന് ഏറ്റവും നല്ല വലിയ കാരുണ്യ പ്രവർത്തനമാണ് നടത്തുന്നത്. 5 മക്കളെ ജീവിതത്തിലേക്ക് എത്തിക്കണം, അവരെ കല്യാണ ചെലവും അവരുടെ ഡ്രസ്സും എല്ലാം ഇക്കാണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മരുമോളെ കിട്ടിയത് നിങ്ങൾ ഭാഗ്യവാനാണെന്ന് കുട്ടിക്കോളിന്ന് ഞാൻ എൻ്റെ സ്നേഹിതനോട് പറഞ്ഞപ്പോൾ, അതൊന്നും ഇപ്പം എൻ്റെ ഭാര്യ സമ്മതിക്കൂല മാനുവോ, ഇജ്ജി പറഞ്ഞ മാതിരിയല്ല. ചുരുക്കം പറഞ്ഞാൽ ഇയാൾ വൈകുന്നേരം ഭാര്യയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, പണ്ടും പണമില്ലാതെ എങ്ങനെ നമ്മളെ കുട്ടിക്ക് നമ്മൾ ഇത്ര കൊടുത്തില്ലേ, എന്താപ്പോൾ ചെയ്യുക, ഇനി കല്യാണം വേണ്ടാന്ന് വെക്കേണ്ടിരുന്നു പറഞ്ഞു. അവസാനം പയ്യനോട് പറഞ്ഞപ്പോൾ, നമുക്കടാ കല്യാണം നടക്കില്ല, അത് പണ്ടൊന്നും തരില്ല എന്നപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ പയ്യൻ എന്താ പറഞ്ഞത്, ഞാൻ ആ കുട്ടീനെ ഇഷ്ടപ്പെട്ട് എനിക്കൊരു പണ്ടും വേണ്ട, എനിക്ക് ജോലിയുണ്ട്, അവളെ പോറ്റാനുള്ള ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഞാനൊരു വാടക കോട്ടേഴ്സിക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ് അവളെ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടീനെ ഏറ്റെടുക്കും, എനിക്ക് അവളെ പോറ്റാനുള്ള കഴിവുണ്ട്, ഒരു വിഷമവും വെറുപ്പും വിചാരിക്കേണ്ട, ഞാൻ അവളെ ഒരു വാടക വീട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, കാശാവുമ്പോൾ ഞങ്ങൾ വീട് സ്വന്തമായിട്ട് കാറ്റിക്കൊണ്ട് നിങ്ങളൊരു ടെൻഷനും അടിച്ചിട്ടുണ്ട്, ഞാൻ ഓളെ പണ്ടും പണമൊന്നും കണ്ടിട്ടല്ല, ഓളെ സ്നേഹിച്ചിട്ടുണ്ട്, ഓളെ കെട്ടാൻ തീരുമാനിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതോടെ വാപ്പിമ്മി അവിടെ കുടുങ്ങി. ഈ വാപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, ഇപ്പം എൻ്റെ മോനെങ്ങനെ ഞാൻ അധ്വാനിച്ച് വളർത്തിണ്ടാക്കിയിട്ട് ഓനെ നയിച്ചുണ്ടാക്കി ഓനെ പഠിപ്പിച്ച് വലിയ ഉന്നതിയിൽ എത്തിച്ചിട്ട് ഓന് വിവാഹം ഉറപ്പിച്ചപ്പോൾ ഓന് പണ്ടും പണം വേണ്ടത്രേ. ഓൻ പറയാണ്, ഞാൻ കിട്ടിക്കൊണ്ടുപോയി എവിടേക്കാണെങ്കിലും ഞാൻ അവളായിട്ട് ജീവിക്കും, നിങ്ങൾക്കല്ലേ പണ്ടും പണത്തിൻ്റെ ആവശ്യമെന്നും പറഞ്ഞിട്ട് ഓപ്പം വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് മനുവാർ. ഞാൻ ആ ഇക്കാനോട് പറഞ്ഞ്, നിങ്ങൾ അതിൽ മര്യാദ കാണിക്കുക, അവൻ്റെ കുടുംബജീവിതത്തിൽ അവന് പണ്ടും പണം ആവശ്യമില്ല, അവൻ ആ പെൺകുട്ടിയാണ് സ്നേഹിക്കേണ്ടത്, ഓൻ ആ കുടുംബത്തിൻ്റെ നന്മയാണ് ഓൻ കാണുന്നത്, നിങ്ങൾ അതിന് പിന്തുണ കൊടുക്കുകയാണ്. എന്തായാലും ആ എൻ്റെ സ്നേഹിതനും ഭാര്യയും ആ തീരുമാനം ഏറ്റെടുത്ത് ആ കുട്ടീനെ ആ പെരയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്നുപോലെ വലിയൊരു 2 ആളും വലിയൊരു ജോലിക്കാരായി മാറി, നല്ല ശമ്പളമുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ
ശരിക്ക് പയ്യന്മാർ തന്നെയാണ് ഇത് മാറ്റിയെടുക്കേണ്ടത്. നമ്മൾ യുവാക്കൾ ആ കുടുംബത്തിൽ നിന്ന് ഒരു സമ്പത്ത് മേടിച്ചു കൊണ്ടുവരുമ്പോൾ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത പോലും നമ്മൾ മനസ്സിലാക്കണം. കാരണം കടും കള്ളിയും മേടിച്ചിട്ടാണ് നമുക്ക് ഈ പണം തരുന്നുണ്ടെങ്കിൽ ആ പണ്ടത്തിൻ്റെ അവിടെ കൊടുക്കുന്ന പലിശ, അവിടെ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ വേദനകൾ, ഇതൊക്കെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നല്ലൊരു വഴി പടച്ചവൻ തുറന്നു തരില്ല. നമ്മളെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സന്തോഷ ജീവിതം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷിക്കും വേണ്ട. അത് കാരണം എന്താ, ഒരു കുടുംബത്തിനെ കണ്ണീരിലാക്കിയിട്ടും ആ കുടുംബത്തിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുമാണ് നമ്മൾ ഈ പണം മേടിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ എവിടുന്നാണ് നമുക്ക് സന്തോഷം കിട്ടുക? അപ്പോൾ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് നാട്ടിലെല്ലാവരും ബുദ്ധിമുട്ടിലാണ്. നമ്മളെ പ്രവാസികൾ അതിലേറെ വിഷമത്തിൽ, നാട്ടിലുള്ള പല ആളുകൾക്കും ജോലിയില്ലാതെ എൻ്റെ വീട്ടിലൊക്കെ വരുന്ന ആളുകൾക്ക് കണക്കില്ല. അതിൻ്റെ പുറത്ത് ലോണിൽ കുടുങ്ങിക്കിടക്കണ വീട് നിർമ്മിക്കാൻ വേണ്ടി എടുത്ത ആൾക്കാർ, മറ്റുള്ള രോഗം കൊണ്ട് ലോൺ എടുത്ത ആൾക്കാർ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ലോണിൽ കുടുങ്ങിക്കിടക്കണ മനുഷ്യരാണ്. എൻ്റെ അടുത്തേക്കിപ്പോൾ ഒരു 100 കണക്കിൽ കത്താണ്. എൻ്റെ പോസ്റ്റ്മാനിപ്പോൾ ദിവസം അയാൾക്ക് എനിക്ക് കത്ത് കൊണ്ടുവരലാണ് മെയിൻ പണി. എത്രയോ കത്താണ് ഇവിടെ വരുന്നത്, ഒക്കെ ലോണാണ് കുടുങ്ങിയിട്ടുള്ളത്. അതും തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും അങ്ങനെ എത്രയോ ലെറ്റർ വരിക. അതിൻ്റെ അഡ്രസ്സ് പോലും അറിയില്ലെങ്കിലും നാസർമാനു മലപ്പുറം 13-ാം വാർഡ് ഇതാണ് എഴുതുന്നുണ്ട്. എന്നിട്ട് പോലും ഇവിടെ എത്തുകയാണ് കത്ത് വീമ. അപ്പോൾ ആളുകൾ അത്രയും വിഷമഘട്ടത്തിലും ആത്മഹത്യാ വക്കിലുണ്ട്. ആത്മഹത്യ ഒന്നിനും പോകുമ്പോഴല്ല, അത് നമ്മളെ ജീവിതത്തോടെ നമ്മൾ തോറ്റു കൊടുക്കുകയാണ്. നമുക്ക് ഒരു കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും, എല്ലാവരും കഷ്ടപ്പാടും വിഷമങ്ങളിലായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു വഴി പടച്ചമ്പരാൻ തുറന്നു തരും. നമ്മളെപ്പോഴും 100 ഉണ്ടെങ്കിൽ 50 ചിലവാക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് മനസ്സമാനത്തോടെ കിടന്നുറങ്ങുക. 100 ഉണ്ടാകുമ്പോൾ 500 നമ്മൾ ചിലവാക്കിയിട്ട് കടും കള്ളിയും പേടിച്ച് ചിലവാക്കുമ്പോഴാണ് നമുക്ക് ഈ കടും കള്ളിയും വന്ന് നമ്മൾ ബുദ്ധിമുട്ടുന്നതും വിഷമിക്കുന്നതും മറ്റുള്ളവരെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാതെയും നമ്മൾ ആകെ രോഗികളായി മാറുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ ഞാൻ എൻ്റെ വാക്കിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. കാരണം ഒരുപാട് വേദനകൾ ഇവിടെ വന്ന് പാവപ്പെട്ട ആളുകൾ, നടത്തലായി കുടുംബങ്ങൾ സ്വകാര്യമായിട്ട് വന്നിട്ട് പോലും കരഞ്ഞ് വിഷമങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സ് തോന്നിയാണ് പഠിച്ചവനെ ഇത് പറഞ്ഞിട്ടൊരു വീഡിയോ വിടുന്നത് നല്ലതാണ്. ഒരാളെങ്കിലും ഇതിൽ നിന്ന് നന്നായി കിട്ടിയാൽ പണം ചോദിച്ചാതെ ഒരു കുട്ടീനെങ്കിലും വിവാഹം ചെയ്താച്ചാൽ ഞാൻ ഭാഗ്യവാനാണ്. കാരണം അതും മനസ്സിക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആ കുട്ടീൻ്റെയും ജീവിതം സന്തോഷത്തിലാവുമല്ലോ. സത്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പണം ചോദിക്കാതെ നിങ്ങൾ ആ മോളെ മതി പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി പടച്ചോൻ്റെ കാരുണ്യങ്ങളൊപ്പം ഉണ്ടാവും. അത് സമ്പത്തുള്ള കുടുംബത്തിന് കൊടുക്കാതിരിക്കുക എന്താ ചെയ്തോട്ടെ. കാരണം ഈ അധിക കുടുംബത്തിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ വിഷമഘട്ടത്തിലാണ്. കുട്ടികളെ വിവാഹം ഉറപ്പിച്ച് വെച്ച ഒരുപാട് കേസുണ്ട്, മുമ്പേ ഉറപ്പിച്ച് വെച്ച കേസുണ്ട്. അതിനൊക്കെ പണ്ടം കൊടുക്കണ്ടേ വഴന്നുള്ള ഒരു ചിന്തയിലാണ് ഒരുപാട് കുടുംബങ്ങൾ. ഒരു ഉറുപ്പ്യ കയ്യിലില്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ യുവാക്കൾ മനസ്സറിഞ്ഞ് ചിന്തിക്കുക, പഠിച്ചവനെ ഞാൻ പൊരുത്തമില്ലാത്ത മുതൽ മേടിച്ചിന മാതിരിയാണ് ആ പരിയിൽ നിന്ന് നിർബന്ധിച്ച് ആ പണ്ടം കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി അഥവാ അവർ കടം കള്ളിയും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കെട്ടാൻ പോണ പയ്യൻ തുറന്ന് പറയാം, എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ പണമൊന്നും ബുദ്ധിമുട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്കതിൻ്റെ സമ്മതമല്ല. നിങ്ങൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൊരുത്താണെങ്കിൽ കൊടുത്താൽ മതി. അല്ലാതെ കടം കള്ളിയും പേടിച്ചിട്ട് ഒരു പവനും എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കരുത്, എനിക്ക് തൃപ്തിയില്ല എന്നുള്ള വലിയൊരു മെസ്സേജ് എൻ്റെ അനിയന്മാർ കൊടുക്കണം. എന്നാൽ നിങ്ങൾ കുടുംബജീവിതം പരിപൂർണ്ണ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സാമ്പത്തികമായിട്ട് പടച്ചമ്പുരാൻ നിങ്ങളെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു പരിപൂർണ്ണ ഉറപ്പാണ്. കാരണം നമ്മളപ്പുറത്ത് ആ കണ്ണീര് ചാടിക്കാതെ ആ കുടുംബത്തിൽ സന്തോഷ വാക്കുകൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ മോളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവളിൽ പടച്ചവൻ്റെ കാരുണ്യം ഉണ്ടാകുന്ന പരിപൂർണ്ണ ഉറപ്പാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ യുവാക്കൾ ശ്രദ്ധിക്കുക. അതേമാതിരി യുവാക്കളെ വാപ്പാർ നമ്മളൊക്കെ മറ്റുള്ള കുടുംബത്തിനെ വേദനിപ്പിച്ച് കാണ്ട് അവിടെ ബുദ്ധിമുട്ടിച്ച് കാണ്ട് പണം ചോദിച്ച് കൊണ്ടുവരേണ്ടതും അതൊക്കെ ഒഴിവാക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. നമുക്ക് വരുന്ന നമ്മളെ മരുമകൾ പടച്ചവനെ പേടിയുള്ളതും സത്യസന്ധമായിട്ടും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കുടുംബത്തിൽ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന ഒരു മോളായിരിക്കണം. ഈ പണത്തിൻ്റെയും പേരിലാണ് ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് വഴിയാധാരമായിട്ടുള്ളത്. അതിനൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേമാതിരി ഒരു 2 വാക്ക് എനിക്ക് നമ്മളെ പോലീസിൻ്റെ വിഷയത്തിലും പറയുന്നുണ്ട്. നമ്മുടെ ഒരു 69 വയസ്സായ ഒരു കൂലിപ്പണിക്ക് പോയ ഒരു ഏട്ടനെ ഒരു SI സാറ് ആ ചുവടെടുത്ത് അടിച്ച അടി മനസ്സിന്നാണ്ട് പോവില്ല. ഞാനടക്കം കരഞ്ഞു. പഠിച്ചവനെ, ആ പാവം മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നിസ്സാര കാര്യത്തിനും വേണ്ടിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ
ചകിടത്തടിച്ച ആ എസ് ഐ സാറിൻ്റെ ഒക്കെ ജീവിതം വല്ലാത്ത ഒരനുഭവം തന്നെ കാരണം അനുഭവിച്ചേ തീരൂ. പടച്ചോൻ്റെ അടുത്ത് നമ്മളൊക്കെ മനുഷ്യരാണ്. അവിടെ പോലീസും പട്ടാളമൊന്നും ഉണ്ടാവില്ല, പക്ഷേ പടച്ചോൻ തരും പണി. ആ എസ് ഐ സാറ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടു. എന്ത് ബഹുമാനത്തോടെയും സ്നേഹത്തോടെയാണ് അദ്ദേഹം ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ നിൽക്കുന്നത് കണ്ട്. അതേ ഒരു മനുഷ്യനല്ലേ ആ പാവപ്പെട്ട കൂലിപ്പണിക്കാരനും. ആ അച്ഛൻ്റെ സ്ഥാനത്ത് കാണേണ്ടതല്ലേ. ഒരു നിസ്സാര കാര്യത്തിന് നല്ല നിലയിൽ പറഞ്ഞേക്കല്ലേ. ഇപ്പം എൻ്റെ ഒപ്പം പരിചയമുള്ള എത്രയേ പോലീസ് ഓഫീസർമാരുണ്ട്, വലിയ 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 ഉന്നത സ്ഥാനത്തുള്ളതും സാധാരണക്കാരായ പോലീസുകാരും. അവരൊക്കെ ചെയ്യുന്ന കാരുണ്യം കണ്ട് അത്ഭുതപ്പെടും. കാരണം 100 കാരുണ്യം പോലീസുകാർ ചെയ്യുമ്പോൾ ഒരാൾ അതിൽ മിസ്റ്റേക്ക് കാട്ടിയാൽ മതി, ഇല്ലാത്ത ചീത്തപ്പേര് മുഴുവൻ അവർക്ക് ഉണ്ടാക്കി തീർക്കണം. ഞാൻ എത്രയോ ഒരുപാട് ഓഫീസർമാർ പേരെടുത്ത് പറയാൻ പറ്റും. ഇതിനത്രയും പോലീസുകാർ, എസ് ഐമാർ, CIമാർ, DSPമാർ, SP മാർ നല്ല നല്ല കാരുണ്യ പ്രവർത്തനം എൻ്റെ കൂടെ ചെയ്യുന്നത് എനിക്കറിയാം. അവർക്കൊക്കെ അവരെ വലിയ മനസ്സാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. അവരെ സ്റ്റേഷനിൽ എന്തെങ്കിലും പാവപ്പെട്ടവൻ്റെ വിഷയം വന്നാൽ നമ്മൾ അറിയിക്കുക, നമുക്കതിൽ അവരും നമ്മളും പാടെ കൂടിയിട്ട് പിരിച്ചു കണ്ട് സഹായിക്കുക. അങ്ങനത്തെ എത്രയോ പോലീസ് ഓഫീസർമാരുണ്ട്. ഇപ്പോൾ നമ്മളെ ഫിലിപ്പി മമ്പാട് സാറും നമ്മളെ തൃത്താലുള്ള സ്റ്റേഷനിലെ സമീർ സാറൊക്കെ നമുക്കറിയാം. എത്രയും നല്ല കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്യണത്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അവരെ. അങ്ങനത്തെ വലിയ വലിയ ഓഫീസർമാർ ഒരുപാട് ഓഫീസർമാർ. ഇപ്പോൾ നമ്മളെ മലപ്പുറത്തുള്ള CI പ്രേംജിത്ത് സാറ്, നമ്മളെ തോട്ടത്തിൽ ജലീൽ സാർ, അങ്ങനെ പറഞ്ഞാൽ തീരില്ല. ഒരുപാട് മനുഷ്യസ്നേഹികളായ ഓഫീസർമാർ എനിക്ക് പരിചയമുണ്ട്. അവരൊക്കെ ഞാൻ ബന്ധപ്പെട്ടിടത്തോളം ഇത്ര എളുപ്പത്തോടും സ്നേഹത്തോടും കാരുണ്യ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൂടുന്ന ആൾക്കാർ നമ്മളെ മഞ്ജിത് ലാൽ സാറ്, അങ്ങനെ ഇപ്പോൾ കുളത്തൂരുണ്ട് സമീർ സാറ്, ഓരോ നല്ല കാര്യത്തിന് വിളിച്ച് പറയും. അപ്പോൾ അതൊക്കെ അവർ നല്ല മനസ്സാണ്. ആ മനസ്സാണ് ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ടത്. കാരണം തെറ്റ് ചെയ്യണോനെ ആക്രമിച്ച് ഒരു പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ വളരെ ക്രൂരത ഉള്ള മനുഷ്യരെ അവരെ പിടിച്ചു കൊണ്ടാലും അവർക്കുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കലും വേണം. പക്ഷേ അന്നാന്ന് കൂലിപ്പണിക്ക് വന്ന ആളെ ഒരു നിസ്സാര കാര്യത്തിൻ്റെ ഒരു തൊപ്പിയിടാത്തതിൻ്റെ മുകളിൽ ആ ചകിടത്തടിച്ചേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വലിയ ഒരു വേദന, ആ ഒരു അടി പൊട്ടിയപ്പോണ്ടല്ലോ നമുക്ക് നെഞ്ച് തകർന്നു. ഒരു പാവം മനുഷ്യൻ്റെ മുഖത്ത് അത്ര ഒങ്ങിയിട്ടൊരു അടി അടിച്ചണമെങ്കിൽ ആ പഠിച്ച ഓഫീസർ എന്തൊരു മനുഷ്യനാണ്. ഞാൻ പെരിന്തൽമണ്ണ ഒരു SI സാർ റിട്ടയർഡായ ഓഫീസറുണ്ട്. അദ്ദേഹം ഞാനവിടെ ഒരു ഉഴിച്ചിൽ കേന്ദ്രത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹം അവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിറക്കും, കയ്യും കാലും ഇങ്ങനെ വിറച്ചു കാണ്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആ SI സാറിനോട് ചോദിച്ച്, നിങ്ങൾ ആയ കാലത്ത് പാവങ്ങളെ ഉപദ്രവിച്ചിരുന്നോ, ഒരുപാട് ആക്രമിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഇപ്പോൾ നല്ല മനുഷ്യനായ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ഒരുപാട് ക്രൂരത ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പല വലിയ മുതലാളിമാർക്ക് വേണ്ടിയിട്ടും ഞാൻ ക്രൂരത കാട്ടിയിട്ടുണ്ട്. എനിക്ക് പിടിച്ചാത്ത ഞാൻ പല ആളുകളെ ഇതിലും പെട്ടിട്ട് ഒരുപാട് പാവങ്ങളെ ഞാൻ ചവിട്ടി മതിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഇന്ന് ദൈവം എനിക്ക് തന്ന ശിക്ഷ വലിയ ശിക്ഷയാണ്, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ റിട്ടയർഡായതിന് ശേഷം എൻ്റെ കയ്യും കാലും കുഴഞ്ഞു. ഇപ്പോൾ കയ്യും കാലും നിലത്ത് നിൽക്കാൻ പോലും വലിയ വിറക്കുകയാണ് ഞാൻ. എങ്ങനെ വിറക്കാതിരിക്കാം? പാവപ്പെട്ടോലെ ആഴ്ചയിലേക്ക് ആക്രമിച്ച അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ശിക്ഷ മരണമല്ല, ഇവിടെ ജീവിച്ച് മറ്റുള്ളവർക്ക് കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് ദൈവം ചെയ്തത്. കാരണം അത്രയും ക്രൂരത കാട്ടിയെന്ന് ആ മനുഷ്യസ്നേഹിനെ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കാൻ പോലും പറ്റില്ല. ഒരു വല്ലാത്ത വേദനകൾ പല ഭാഗത്തും, സഹിക്കാൻ പറ്റാത്ത വേദന. അങ്ങനെയാണ് ആ ആയുർവേദ ഇതിൽ ചികിത്സയിലേന്ന്. അവിടുന്ന് ആ ആയുർവേദ ചികിത്സ നടത്തുന്ന ആ വൈദ്യരെന്നെ പറയാണ്, ഇത് എത്ര ചികിത്സിച്ചിട്ടും കാര്യമില്ല, അങ്ങനത്തെ ശാപങ്ങളാണ് ഇതിൻ്റെ തലയിൽ കിടക്കേണ്ടത്. ആ പഴയ കാലത്ത് ആക്രമിച്ച ആൾക്കാരൊക്കെ മരിച്ചു പോയില്ലേ, പൊരുത്തപ്പെടിച്ചാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും അക്രമം കാട്ടിയതുകൊണ്ട് അതിന്ന് ദൈവം അതിനെക്കാട്ടിൽ ഡബിൾ ഇരട്ടി ശിക്ഷ കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹം അനുഭവിച്ചത്. ആ മനുഷ്യനും സമ്മതിച്ചു, ഞാൻ ചെയ്ത അക്രമങ്ങൾക്ക് ഞാൻ ഒരുപാട് പാവങ്ങളെ ചവിട്ടി മതിച്ചിട്ടുണ്ട്, അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇത് എല്ലാ പോലീസ് ഓഫീസർമാരും, അതായത് ഈ ക്രൂരത കാട്ടുന്ന പോലീസ് ഓഫീസർമാർ ചിന്തിക്കുക, നിങ്ങൾക്കും വരും ഒരു ദിവസം, ആ ദിവസം നിങ്ങൾക്കും വിട്ടുവീഴ്ചയില്ല. ഈ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡാണൊരു സമയമുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ ഒരു ശിക്ഷ നിങ്ങൾക്ക് കിട്ടാണ്ട്, ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അന്ന് നിങ്ങൾ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ
എല്ലാം ഇനി ചെയ്തോളാം, എനിക്ക് മാപ്പ് കൊണ്ട പഠിച്ചവനെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ എത്രയോ നന്മ ചെയ്യുക, തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുക. പക്ഷേ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് നമ്മളെ മുന്നിൽ യാചിക്കുമ്പോൾ ആ മനുഷ്യനെ നമ്മൾ സ്നേഹിക്കാനും നല്ല വാക്ക് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിന് നന്മ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ട് പിരിച്ചുവിടലാണ് വേണ്ടത്. ആ മനുഷ്യൻ്റെ മനസ്സ് നന്നാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ജോലിയിൽ നിങ്ങൾ പോണവർക്കൊക്കെ നിങ്ങൾക്ക് ഉയർച്ചയും പ്രമോഷനും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യനെ അടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്കിപ്പോൾ സസ്പെൻഷനിലായി, നിങ്ങളിപ്പോൾ ഒരുപാട് വിഷമിച്ച് നിൽക്കണം. നിങ്ങൾക്ക് എത്ര ആൾക്കാരെ പിരാക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്, എത്ര ആൾക്കാരെ ശാപവാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയത്, എന്താണ് നിങ്ങൾ സമ്പാദിച്ചത്? ആ പാവം മനുഷ്യൻ്റെ മനസ്സിൽ നിന്നുള്ള വേദന അത്. ഒരുപാട് നാട്ടുകാർ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശാപവാക്കുകൾ പറയണം. ഇതാണ് നിങ്ങൾ സമ്പാദിച്ചത്. ഒരുപാട് നല്ല മനുഷ്യസ്നേഹമുള്ള പോലീസ് ഓഫീസർമാരുണ്ട്. അവർ സമ്പാദിച്ചുകൊണ്ട് എന്താ പറയുക, നല്ല മനുഷ്യനെ മറ്റുള്ളവരെ സ്നേഹിക്കുക, തെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ മനുമാറ്റി ശിക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്, അത് അവർ പരിഹരിക്കുക. എന്തൊക്കെയാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ വിഷമങ്ങളുണ്ടോ സ്റ്റേഷനിൽ വന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പാവപ്പെട്ട കുടുംബത്തിന് എന്ത് കാരുണ്യം കാണിക്കാമെന്നുള്ള വലിയ മനസ്സേറ്റുള്ള ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ട്. അവരാണ് ഭാഗ്യവന്മാർ. അവർക്ക് റിട്ടയർഡ് ആയാലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും അംഗീകാരങ്ങളും അവർക്ക് 100% കിട്ടുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ നമ്മുടെ മുൻ DGP പിന്നെ എന്താ ഇപ്പം അതിൻ്റെ പേര്, നമ്മളെ നല്ലൊരു DGP ഉണ്ടായിരുന്നില്ല, അല്ല അതിൻ്റെ മുമ്പ് തടിച്ചിട്ട് നല്ലൊരു DGP ഉണ്ട്. മുമ്പത്തെ ഇതിന് പ്രതികരിച്ച് ചെയ്തിരിക്കണം. മുമ്പത്തെ ഒരു DGP ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ പേര് മറന്നു, ഇതിന് പ്രതികരിച്ച് ചെയ്തിട്ടുണ്ട്. ആ DGP ഒക്കെ എത്രയോ നല്ല മനുഷ്യനാണ്. നമുക്കറിയാം അദ്ദേഹം സംസാരിച്ച വാക്കുകളും അദ്ദേഹം അന്ന് DGP സ്ഥാനത്ത് നിന്നപ്പോൾ എല്ലാവർക്കും സ്നേഹവും ആരോട് പെരുമാറാനും നല്ല ഒരു മനുഷ്യസ്നേഹിയായിരുന്നു നമ്മളെ അന്നത്തെ DGP. അദ്ദേഹം ഈ വിഷയത്തിൽ നന്നായി ഇടപെട്ട ഒരു മനുഷ്യനും കൂടിയാണ്. അത്തരം മനുഷ്യർ ഇന്നും ആ വലിയ മനുഷ്യന് ആ DGPക്ക് എല്ലായിടത്തും അംഗീകാരവും സ്നേഹവും ബഹുമാനം കൊടുക്കേണ്ട എല്ലാവരും. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ജോലി സമയത്ത് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. എല്ലാ ഓഫീസർമാരോടും സാധാരണക്കാരോടും ഒക്കെ ഒരേമാതിരി സ്നേഹവാക്കുകൾ കാണിച്ച്. അപ്പോൾ നമ്മളൊക്കെ, എൻ്റെ ഒരുപാട് സ്നേഹിതന്മാരുണ്ട് പോലീസ് ഓഫീസർമാർ, ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ക്രൂരത കാണിക്കുന്ന പാവങ്ങളോട് ഒരിക്കലും ഇങ്ങനെ ക്രൂരത കാണിക്കുക. ആ ഓഫീസർമാരെ സസ്പെൻഡല്ല ഡിസ്മിസ് ചെയ്തിട്ട് ആ ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. എത്രയും നാട്ടിൽ നല്ല നല്ല പിന്നെ ഓഫീസർമാരാവാനുള്ള മനുഷ്യസ്നേഹമുള്ള എല്ലാ പഠിപ്പും കഴിഞ്ഞ് എത്രയോ ജോലി ചെയ്യാൻ നിൽക്കുന്ന യുവാക്കളുണ്ട്. അവരെ ഹൃദയമൊക്കെ ഒരുപാട് നല്ല മനുഷ്യരാണ്. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ അറിയാം, ഒരുപാട് പോലീസ് ഓഫീസർമാരെ SIമാരും CIമാരും കാണുമ്പോൾ അവരാദ്യം അധ്യാപകരായിക്കാരം, പിന്നെയാണ് ഒരു പോലീസിൽ ആയിട്ടുള്ളത്. അപ്പോൾ അധ്യാപകരായ തന്നെ അവരെ മനസ്സിൽ കുട്ടികളുടെ സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളതാണ്. അപ്പോൾ എത്രയോ പഠിപ്പും കാര്യങ്ങളുള്ള നല്ല നല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന സ്നേഹമുള്ള പിന്നെ യുവാക്കളുണ്ട്. അവർക്ക് കൊടുക്കണം ഇത്രയും പോലീസിലെ ജോലിയൊക്കെ. ഇത്തരക്കാരായ ഓഫീസർമാരെ കണ്ടാൽ, അങ്ങനെ ക്രൂരത കാട്ടുന്ന ഓഫീസർമാരെ കണ്ടാൽ അപ്പം തന്നെ ഡിസ്മിസ് ചെയ്തിട്ട് ആ ജോലി നിന്ന് പിരിച്ചുവിടണം. അപ്പോഴേ അവരൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യം അറിയുള്ളൂ. നല്ലൊരു ജോലി കിട്ടിയിട്ട് ആ ജോലി നല്ല നിലയിൽ സംരക്ഷിക്കാതെ കള്ളനെ ഒരു കാരണവശാലും സംരക്ഷിക്കരുത്. അതേപോലെ പാവപ്പെട്ടവന് നീതി നിർബന്ധമായിട്ട് കൊടുക്കും വേണം. അങ്ങനത്തെ രീതിയിലുള്ള ഓഫീസർമാരാക്കി മാറ്റാനാണ് കാരണം ശ്രമിക്കേണ്ടത്. കാരണം മോശപ്പെട്ട ഓഫീസർമാരായി ജീവിക്കുകയാണ്. അവരെ ആ സ്പോട്ടിൽ സർക്കാരും ബഹുമാനപ്പെട്ട DGP ഒക്കെ സസ്പെൻഡല്ല ഡിസ്മിസ് ചെയ്ത് ഒഴിവാക്കണം. ഒരു ഭയങ്കര വേദനയാണ്. ആ പാവപ്പെട്ട മനുഷ്യന് 40 കൊല്ലത്തോളം പോലീസുകാരൊപ്പം മറ്റുള്ള കാരുണ്യ പ്രവർത്തനത്തിലൊക്കെ ഉള്ള മനുഷ്യനാത്രേ. അതിനെയാണ് എന്നിട്ട് ചോടത്ത് അടിച്ചുകൊണ്ട് വല്ലാത്തൊരു മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനമാണ് ആ ഓഫീസർ കാട്ടിയത്. എന്തായാലും ശാപം നിങ്ങൾക്ക് ഉറപ്പാണ്. അതിൽ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ഉണ്ടാവില്ല, ദൈവത്തിൻ്റെ ശാപം. ഇതൊക്കെയാണ് അവസാനം ഉണ്ടാകുന്ന സമ്പത്ത്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല മനസ്സ് കൊടുക്കട്ടെ പഠിച്ചവന്. കാരണം തെറ്റ് അദ്ദേഹത്തിന് പറ്റി, ഇനി തിരുത്തി നല്ല ഒരു വഴിയൊക്കെ ഒരുക്കി അദ്ദേഹത്തിന് ജോലിയൊക്കെ ആവട്ടെ. മനുഷ്യനാണ്, തെറ്റ് പറ്റിപ്പോവും. അത് തിരുത്താനുള്ള മനസ്സ് ഇനി അദ്ദേഹം കാണിക്കട്ടെ. മറ്റുള്ള ഓഫീസർമാർക്കും അതൊരു പാഠങ്ങളാണ്. പാവപ്പെട്ട ഒരു തൊപ്പി വെച്ചില്ല, അല്ലെങ്കിൽ അതിനെന്തോ ഒരു ഫൈൻ ഇട്ട് കണ്ടൊക്കെ വിട്ടുകയെന്നല്ലാതെ അടിച്ചലും പിടിച്ചലൊക്കെ, അതും വയസ്സായ ആൾക്കാരെ ആരാക്രമിച്ചാലും ആവശ്യമില്ലാത്ത ഒരു നിരപരാധിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അതിന് നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഈ ഡ്രസ്സും തൊപ്പിയും ഇതൊക്കെ അയച്ചു വെച്ച് ഒരു റിട്ടയർഡ് ആകുന്ന സമയമുണ്ട്. ആ സമയത്ത് നന്നായി ശ്വാസം വലിച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് നല്ല മനസ്സോടെ തന്നെ ജീവിച്ചാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ നല്ല ശ്വാസം കിട്ടാതെ പകുതി ശ്വാസം കിട്ടിക്കാണ്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടിൽ. ഇപ്പോൾ പെരുന്തമണ്ണത്തെ SIൻ്റെ കഥ കാണുമ്പോൾ പകുതിയെ ശ്വാസം കിട്ടുള്ളൂ, അങ്ങനെ ഉജ്ജിയാണ്. അപ്പോൾ വർക്കിൽ വേറെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പാടെ നമുക്ക് ഇത്രയും നല്ലൊരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയിൽ എത്രയേ കാരുണ്യ പ്രവർത്തനം നടത്തുക. ഇപ്പോൾ നമുക്കറിയാം എത്രയും നല്ല കളക്ടർമാർ, എത്രയും നല്ല SP ഒക്കെ ഓരോ മേഖലയിലും കാരുണ്യ പ്രവർത്തനം നടത്തണേ. ഇപ്പോൾ നമ്മൾ പെരിന്തമണ്ണ SP ഒന്നുണ്ട്, എന്ത് നല്ലൊരു സഹോദരിയാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ വലിയ മനസ്സോടെയാണ് ഹേമലതാറിന് SP എത്തിയിട്ടുള്ളത്. അതിൻ്റെ പേര് ഹേമല തന്നെയല്ലേ? അല്ല, ഹേമലതല്ല ഉണ്ടല്ലേ നമ്മളെ റഹ്മാനകുളത്തിൻ്റെ ഓഫീസൊക്കെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേര് ഞാൻ മറന്ന്. പെരുന്തമണ്ണുള്ള SP വളരെ സത്യസന്ധമായ ഒരു ഓഫീസറാണ്, നല്ല സഹായിയാണെന്ന് ഏലംകുളം റഹ്മാൻ ഖാൻ്റെ കൂടെയൊക്കെ സജീവ ചാറ്റിലുണ്ട്. എന്തായാലും അള്ളാ ഇത് പരിപാടി നിർത്തുകയാണ്. എല്ലാവരോടും നല്ലത് മാത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വാക്കിൽ എന്തുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. എല്ലാത്തോടും സ്നേഹത്തോടെ നസ്രമാണ്.